നിങ്ങളൊരു നീറ്റ് ആസ്പിറൻ്റ് ആണെങ്കിൽ, അതുമല്ലെങ്കിൽ ഒരു നീറ്റ് ആസ്പിറൻറ്റിൻ്റെ പേരൻ്റ് ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ എന്തായാലും മിസ് ചെയ്യാണ്ട് കാണണം. കാരണം അത്ര ഇമ്പോർട്ടൻറ്റും അത്ര റെലവെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ചായിരിക്കും ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. സോ ഹായ് എവ്രി വൺ, ഐ എം രേവതി രമേശ്, എ ഫസ്റ്റ് ഇയർ മെഡിക്കൽ സ്റ്റുഡൻറ്റ് അറ്റ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട്. ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തൊരു വീഡിയോ, അതായത് ബാക്ക്ലോഗ്സിനെ കുറിച്ചൊക്കെ എങ്ങനെ മാനേജ് ചെയ്യണം, എന്താ ചെയ്യണ്ടേ, അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ഏറ്റവും ലാസ്റ്റ്. ആൻഡ് അതിന് എനിക്ക് കുറേയധികം കുട്ടികൾ പേഴ്സണൽ മെസ്സേജസ് അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് എങ്ങനെ ഇത് ചെയ്യുക, അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, അവർ ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ടാണ്, എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, ഇവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, അങ്ങനെ കുറേയധികം പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ ഷെയർ ചെയ്തുകൊണ്ട് കുറേയധികം കുട്ടികൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തുനിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, എങ്ങനെ ബാക്ക്ലോഗ്സ് തീർക്കണം എന്ന് പറഞ്ഞു തരുന്നതിന് മുന്നേ തന്നെ എനിക്കിത് എങ്ങനെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു സ്ട്രെസ്ഫുൾ ടൈം പീരീഡിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം നിങ്ങൾ എന്ന് കൂടെ ഒന്ന് പറഞ്ഞു തരണം എന്നെനിക്ക് തോന്നി. സോ അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ഗൈഡൻസ് ആയിരിക്കും തരാൻ പോവുക. ദിസ് വീഡിയോ ഈസ് നോട്ട് ഓൺലി ഫോർ ദ നീറ്റ് ആസ്പിറൻസ് ബട്ട് ഓൾസോ ടു ദെയർ പേരൻസ്. ആദ്യം തന്നെ നമ്മുടെ നീറ്റ് ആസ്പിറൻസ്, എനിക്ക് നിങ്ങളോട് ഒരു കാര്യമാണ് ഏറ്റവും ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. അതായത് നിങ്ങൾക്ക് ബാക്ക്ലോഗ്സ് ഉണ്ട് എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ കഴിവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഇത് പഠിച്ചാൽ കിട്ടില്ല, അതുമല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പണിയല്ല എന്ന് വിചാരിക്കരുത് ഒരിക്കലും. കാരണം നിങ്ങൾ ഇന്ന് ഈ കാണുന്ന എല്ലാ മെഡിക്കോസും എല്ലാ ടോപ്പേഴ്സും എല്ലാവർക്കും അവരും ഈ ഒരു സ്റ്റേജിൽ കൂടെ പാസ് ചെയ്ത് പോയിട്ടുള്ള ആൾക്കാർ തന്നെയായിരിക്കും. അവർക്കും ബാക്ക്ലോഗ്സ് വന്നിട്ടുണ്ടാവും, അവർക്കും മാർക്ക് കുറഞ്ഞ് കിട്ടിയ കുറേയധികം എക്സാംസ് ഉണ്ടാവും. ഇതൊക്കെ ഈസ് എ പാർട്ട് ഓഫ് ദിസ് പ്രോസസ്സ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. സോ വാട്ട് മെയ്ഡ് ദ ഡിഫറൻസ് ഇസ് ബേസിക്കലി ദെയർ ആറ്റിറ്റ്യൂഡ്. നമ്മൾ സെൽഫ് ഡൗട്ട് ചെയ്യുന്നതൊന്ന് മാറ്റി വെച്ച് നമ്മൾ ഒന്ന് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്താൽ ഇത് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു എക്സാം മാത്രമാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. നിങ്ങൾ എന്ന് സെൽഫ് ഡൗട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നു അന്ന് മുതൽ നിങ്ങൾ അൺപ്രൊഡക്റ്റീവായി തുടങ്ങുകയാണ്. കാരണം ഒരു ബുക്ക് എടുത്ത് വെക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ആദ്യം വരെ ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ ഇതെന്നെക്കൊണ്ട് പറ്റില്ല, ആ ഒരു സാധനമായിരിക്കും ഏറ്റവും ആദ്യം തലയിലേക്ക് വരുന്നൊരു എന്താ പറയുക, ഒരു ഇമ്പൾസ്. പക്ഷേ അതങ്ങനെയല്ല. നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് പറ്റും. അതിനെ ഓർത്ത് ടെൻഷൻ അടിച്ച് നിങ്ങളുടെ മെൻറ്റൽ ഹെൽത്ത് എല്ലാം കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ട്രാക്കിലേക്ക് എന്തായാലും കയറാൻ പറ്റില്ല. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊന്ന് കാമാകുക, നമ്മളെ തന്നെ ഒന്ന് സെൽഫ് മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതുപോലെ എന്നോട് കുറച്ച് കുട്ടികൾ പറഞ്ഞൊരു കാര്യമാണ്, അതായത് വീക്ക്ലി എക്സാംസ് അല്ലെങ്കിൽ മോക്ക് എക്സാംസ് ഒക്കെ നടത്തുമ്പോൾ അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ടെൻഷൻ ആവുകയാണ്, എനിക്ക് പറ്റില്ല എന്നൊരു മെൻറ്റാലിറ്റിയിലേക്ക് എത്തുകയാണ്. അങ്ങനെ ഒരു കാര്യം. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾക്കിപ്പോൾ ഏതൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് തന്ന് നിങ്ങളെ ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് നല്ലൊരു സ്കോർ വാങ്ങിച്ച് ആ മോക്ക് എക്സാമിന് പാസ്സാക്കി വിടാം. പക്ഷെ അതിലല്ല കാര്യം. നമുക്ക് നല്ലൊരു റിസൾട്ടിലേക്കാണ് എത്തേണ്ടത്. ആൻഡ് ഈ മോക്ക് എക്സാംസിൻ്റെ ഒക്കെ ഒരു മെയിൻ എയിം എന്ന് ചോദിച്ചാൽ തന്നെ നിങ്ങൾ എന്താണോ പഠിച്ചിട്ടില്ലാത്തത്, അല്ലെങ്കിൽ നിങ്ങളുടെ എന്താണോ വീക്ക്നെസ്, അത് നിങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സാമാണ് ഈ എല്ലാ വീക്ക്ലി എക്സാംസും അതേപോലെ തന്നെ മോക്ക് എക്സാംസും. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. സോ ഓരോ ക്വസ്റ്റ്യനും മോക്ക് എക്സാമിലാവട്ടെ എല്ലാ വീക്ക്ലി എക്സാംസിലും ആവട്ടെ, ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ ബി ഹാപ്പി. കാരണം നിങ്ങൾക്കൊരു പുതിയ കോൺസെപ്റ്റ് മനസ്സിലാവുകയാണ്, അല്ലെങ്കിൽ ആ ഒരു പോർഷനിൽ നിന്ന് ഇങ്ങനെ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാം എന്നൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുകയാണ്. പുതിയൊരു കാര്യം നിങ്ങൾ പഠിക്കുക. ഇതിങ്ങനെ ഒരു ഒറ്റ ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊസീജിയറേ അല്ല, എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇത് നിങ്ങൾ ഏകദേശം 1 ഇയർ നിങ്ങൾ ഇതിന് കമ്മിറ്റഡ് ആയിട്ട് ഇറങ്ങുകയാണ് ഇതിന് വേണ്ടിയിട്ട്. സോ ആ 1 ഇയർ ഈച്ച് ഡേ നിങ്ങൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യം പഠിക്കുന്നുണ്ടാവും. അത് നിങ്ങൾ എന്താ പറയുക, സെൽഫ് റിയലൈസ് ചെയ്യാൻ കൂടെ ശ്രമിക്കും. ഈ ഒരു കാര്യം എനിക്ക് മെസ്സേജ് അയച്ചപ്പോൾ എൻ്റെ മൈൻഡിലും ഐ കുഡ് റിലേറ്റ് വെരി മച്ച് ടു ദിസ് പോയിൻറ്റ്. കാരണം പണ്ട് ഒരു സ്റ്റേജിൽ ഞാനും ഈ ആയുർവേദ കോളേജിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ഞാൻ റിപ്പീറ്റ് ചെയ്ത ടൈമിലും ഞാൻ ഫേസ് ചെയ്ത ഏറ്റവും വലിയ പ്രോബ്ലം ഇത് തന്നെയായിരുന്നു. അതായത് ഇങ്ങനെ വീക്ക്ലി എക്സാംസിന് മാർക്ക് കുറയും, അപ്പോൾ ഞാൻ ഭയങ്കര മെൻ്റലി ഡൗൺ ആകും ആൻഡ് എനിക്ക് പഠിക്കാൻ തോന്നില്ല. ഞാൻ ഇതേപോലെ സെൽഫ് ഡൗട്ട് ചെയ്തൊരു പോയിൻ്റ് ഉണ്ടായിരുന്നു. ആൻഡ് അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഗുണമായിട്ട് ഒന്നും തന്നെ വന്നിട്ടുമില്ല. ആൻഡ് ഈ ലാസ്റ്റ് ഞാൻ നീറ്റിൻ്റെ പ്രിപ്പറേഷൻ, അതായത് ഡിസംബറിൽ ഞാൻ നീറ്റിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്തൊരു കാര്യമായിരുന്നു, ഞാൻ എന്തായാലും ഇതിനെക്കുറിച്ച് ഓർത്ത് സ്ട്രെസ്ഡ് ആകില്ല എന്ന് ഞാൻ
ഉറപ്പിച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇറങ്ങി. ആൻഡ് ഐ തിങ്ക് ദാറ്റ് മെയ്ഡ് എ വെരി ഹ്യൂജ് ഡിഫറൻസ്. കാരണം ഞാൻ ആ ഒരു സബ്ജക്റ്റ്, ആ 3 സബ്ജക്റ്റ് ഞാൻ എൻജോയ് ചെയ്ത് എനിക്ക് പഠിക്കാൻ പറ്റി. അതിൻ്റെ അകത്തുള്ള ഓരോ ക്വസ്റ്റ്യൻസിൻ്റെ അകത്ത് എനിക്ക് കിട്ടിയില്ലെങ്കിൽ എനിക്ക് അവിടെ വിഷമമല്ല ആദ്യം വരിക, എനിക്ക് സന്തോഷമായിരുന്നു വരിക, ടു ബി ഫ്രാങ്ക്. കാരണം ഞാൻ ആ ഒരു സാധനം എക്സ്ട്രാ പഠിച്ചു, ആ ഒരു കോൺസെപ്റ്റ് എനിക്ക് മനസ്സിലായല്ലോ. അതിപ്പോൾ മനസ്സിലായില്ല എന്ന് തന്നെ വിചാരിക്കുക, അപ്പോൾ തന്നെ പോയി പഠിക്കാം. അതായിരുന്നു എൻ്റെ ഒരു ഏറ്റവും മെയിൻ അജണ്ട. ഞാൻ ഈ ഒരു 4-5 മാസം ഞാൻ ഫോളോ ചെയ്ത് ഏറ്റവും മെയിൻ തിങ് അത് തന്നെയായിരുന്നു. നൗ ടു ദി പാരൻസ്. എനിക്കറിയാം നിങ്ങൾ നല്ല സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും, പക്ഷേ നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. അവർ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും നല്ല സ്ട്രെസ്ഡ് ആയിട്ടായിരിക്കും ഇപ്പോൾ നിലവിലുണ്ടാവുക. അതേപോലെ തന്നെ അവർക്കിപ്പോൾ ബാക്ക്ലോഗ്സ് ഉണ്ട്, അതല്ലെങ്കിൽ അവർക്ക് മാർക്ക് കുറവാണ് ഇപ്പോൾ വരുന്നത് എന്നൊക്കെ പറയുമ്പോൾ അവരിപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരു സപ്പോർട്ടാണ്. അത് സാരമില്ല, നമുക്കത് മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ ഓക്കെ എന്തോ ആയിക്കോട്ടെ നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് എന്ന് പറയുന്നൊരു ആ ഒരു സെൻറ്റൻസ് ആയിരിക്കും ചിലപ്പോൾ അവർക്ക് കേൾക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നൊരു കാര്യം നിങ്ങളുടെ അടുത്ത്. ഇപ്പോൾ ഓരോ കുട്ടികളും ഇപ്പോൾ ഈ പാസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഫേസ് എന്ന് വെച്ചാൽ ഇസ് റിയലി ടഫ് ഓൺ ദം. എസ്പെഷ്യലി ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു 18-17 വയസ്സുള്ള കുട്ടികൾ ഇപ്പോൾ ഹാൻഡിൽ ചെയ്യാവുന്നതിലും ഏറ്റവും മാക്സിമം സ്ട്രെസ്ഡ് ആയിട്ടാണ് ഇപ്പോൾ അത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഓരോ നീറ്റ് ആസ്പിറൻസ്. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യം നിങ്ങളുടെ ഏറ്റവും സപ്പോർട്ടും നിങ്ങളുടെ ആ ഒരു കെയറും എല്ലാമാണ് ഇപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ സമാധാനം കൊടുക്കുന്ന കാര്യങ്ങൾ. സോ നിങ്ങളും നിങ്ങളുടെ സൈഡിൽ നിന്ന് ചെറിയൊരു സപ്പോർട്ട് അവർക്കൊന്ന് കൊടുത്താൽ തന്നെ അവർ ഇതിനൊക്കെ മാനേജ് ചെയ്ത് അവരിതൊക്കെ നന്നായിട്ട് നേരിട്ട് മുന്നോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ മേ ബി ഞാൻ തന്നെയായിരിക്കും. കാരണം എൻ്റെ പേരൻസിൻ്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇന്ന് ഇവിടെ ഇത്ര ഹാപ്പി ആയിട്ട് എനിക്ക് നിങ്ങളോടും കൂടെ സംസാരിക്കാൻ പറ്റുന്നത്. സോ ടേക്ക് എ ഡീപ്പ് ബ്രെത്ത്, നല്ല കാമായിട്ട് നല്ല സന്തോഷമായിട്ട് പഠിക്കാൻ നമുക്ക് ശ്രമിക്കാം ഇനി അങ്ങോട്ടേക്കുള്ള ഓരോ ദിവസങ്ങളും. ഇനി വളരെ ചുരുക്കം മാസമേ ഉള്ളൂ. ആ മാസങ്ങളിൽ നമ്മൾ കുറച്ച് ടെൻഷനൊക്കെ കുറച്ച് വെച്ച് നമ്മൾ മാക്സിമം പ്രൊഡക്റ്റീവ് ആവാൻ നോക്കാം. ഉടനെ തന്നെ ബാക്ക്ലോഗ്സ് എങ്ങനെ ഒന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ഞാൻ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, സീ യു സൂൺ.